ഹായ്, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയിലെ ഉലിയക്കോവിൽ എന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു കായലിന് അടുപ്പിച്ചുള്ള ഒരു വില്ല പ്രോജക്റ്റാണ്. ഇവിടെ നമ്മൾ ഏകദേശം ഒരു 14 കിലോ വാട്ടിൻ്റെ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്തിട്ടുണ്ട് വിത്ത് Enphase IQ8P ഇൻവേർട്ടേഴ്സ് ആണ്. സോ ഇവിടെ നമ്മൾ വെച്ചേക്കുന്നത് 26 പാനൽസ് ആണ്. 26 നമ്പർ ഓഫ് പാനൽസ് ഉണ്ട്. ഇത് 545 വാട്ട്സിൻ്റെ പാനൽസ് ആണ്. ഏകദേശം 14 കിലോ വാട്ടിന് അടുപ്പിച്ച് വരുന്നുണ്ട്. സോ ഇത് ഒരു വലിയ വില്ല പ്രോജക്റ്റാണ്. ഇവിടെ തന്നെ അവർക്ക് ഇവിടുത്തെ സാറിന് ആക്ച്വലി കൃഷിയുണ്ട്, ഓർഗാനിക് ഫാമിംഗ് ചെയ്യുന്നുണ്ട്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നെറ്റ് സീറോ ഹോമാണ്. ഇവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ഇവർ സെൽഫായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഇവിടെ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. അതായത് ഒരു സീറോ ഹോം, നെറ്റ് സീറോ ഹോം എന്ന് പറയത്തില്ലേ, കാർബൺ ന്യൂട്രൽ പ്രോജക്റ്റായിട്ടാണ് സാർ ചെയ്തേക്കുന്നത്. ഇവിടെ അടുത്ത് കായൽ കൃഷി അദ്ദേഹം ചെയ്യുന്നുണ്ട്, മത്സ്യ കൃഷിയും ചെയ്യുന്നുണ്ട്. വീട്ടിൽ തന്നെ ഇവർക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ വീട്ടിൽ തന്നെ വിളയിച്ചെടുക്കുകയാണ്. വീട്ടിൽ തന്നെ തക്കാളി, അത് വെണ്ടയ്ക്ക, ചീര, പിന്നെ അപ്പുറത്തെ ഫാമിൽ ഇവർക്ക് ഒത്തിരി മരങ്ങളുണ്ട്. സോ ഈ സ്ട്രക്ചർ നമ്മൾ ചെയ്തേക്കുന്ന ഏകദേശം ഒരു 10 ഫൂട്ട് ഹൈറ്റ് എങ്കിലും കാണും. ഇതിൻ്റെ താഴത്തെ റൂഫ് സ്പേസിൽ ഒത്തിരി കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. വാട്ടർ ഹീറ്റർ, അതായത് സ്റ്റീൽ വാട്ടർ ടാങ്ക് ഉണ്ട്. അതുമാത്രമല്ല, അവരുടെ പമ്പുണ്ട്, ഹീറ്റ് പമ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് താഴത്തെ സ്ട്രക്ചറും കാണാം. സ്ട്രക്ചർ നമ്മൾ നല്ലൊരു വാക്ക് വേയും കൊടുത്തിട്ടുണ്ട്. സോ ഇത് 26 പാനൽസ് ആണ്. പ്രീമിയർ 545 വാട്ട്സിൻ്റെ സബ്സിഡീസ് ഉൾപ്പെടുന്ന പ്രോജക്റ്റാണ്. DCR പാനൽസ് ആണ് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് IQ8P സീരീസ് ഇൻവേർട്ടേഴ്സ് ആണ്, മൈക്രോ ഇൻവേർട്ടേഴ്സ് വെച്ചേക്കുന്നത്. ഇതിൽ 26 ഇൻവേർട്ടേഴ്സ് ഉണ്ട് മൊത്തത്തിൽ. ഇതിൽ നമുക്ക് 26 പാനൽസ്, 26 പാനലിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ജനറേഷൻ അറിയാൻ പറ്റും, അവരുടെ പെർഫോമൻസ് അറിയാൻ പറ്റും. സോ Enphaseൽ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ വഴിയാണ്, PLC വഴിയാണ്. വേറെയും കുറേ മൈക്രോ ഇൻവേർട്ടേഴ്സ് ഉണ്ട്, അതൊക്കെ ZigBee യൂസ് ചെയ്യുന്നുണ്ട്. സോ PLC കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വെർഷനാണ് വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ. സോ ഈ മൈക്രോ ഇൻവേർട്ടേഴ്സിന് നമുക്ക് ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് 450 വാട്ട്സ് ടു 670 വാട്ട്സിലുള്ള പാനൽസ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് 670 വാട്ട്സ് വരെയുള്ള ഹയർ കപ്പാസിറ്റി പാനൽസ് ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും IQ8P സീരീസിൽ. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് 480 480 VA ആണ്. IQ8P Enphase മൈക്രോ ഇൻവേർട്ടർ, ഒരു ഇൻവേർട്ടറിന് ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 1.6 kg ആണ്. നമുക്ക് കയ്യിലെടുത്ത് ഈസിലി ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇതിൻ്റെ കണക്ടേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്ലഗ് ആൻഡ് പ്ലേ കണക്ടേഴ്സ് ആണ്. വെരി കോമ്പാറ്റബിൾ സൈസാണ്, നമുക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ ടീം നല്ല രീതിയിലൊരു വയറിങ് ചെയ്തിട്ടുണ്ട്, കേബിൾ ടൈ യൂസ് ചെയ്ത് നല്ല രീതിയിൽ. ഇപ്പം ഈ കേബിൾ ടൈ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി സ്ഥലത്ത് കാണാൻ പറ്റും പ്ലസ് മൈനസ് കണക്ടേഴ്സ് ഉണ്ടല്ലോ, താഴെ വീണ് കിടക്കും. സോ ഇത് നല്ലൊരു ക്വാളിറ്റി ബോക്സാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ട്രിനിറ്റി ടച്ചിൻ്റെ ബോക്സിലാണ് നമ്മൾ Enphaseൻ്റെ എൻവോയ് വെച്ചേക്കുന്നത്, അതുപോലെ IQ റിലേ വെച്ചേക്കുന്നതും CTs വെച്ചേക്കുന്നതും. സോ ഇവിടെ നമ്മൾ CITEL SPD യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള SPDസും MCBs ആണ് യൂസ് ചെയ്യുന്നത്. സോ കറൻ്റ്ലി നമുക്ക് സോളാർ ജനറേഷൻ കാണാൻ പറ്റും. സോ നമുക്ക് നെറ്റ് മീറ്ററിൽ ഇപ്പോൾ എത്രയാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് കാണാൻ പറ്റും. എൻലൈറ്റൻ ആപ്പിൽ നമുക്ക് ഇവിടുത്തെ ഡെയിലി ജനറേഷൻ ആവറേജ് ഒന്ന് നോക്കാം എത്രയാണ്. സോ ഏകദേശം എക്സ്പോർട്ട് ഒരു 1245 യൂണിറ്റ്സ് ആണ് കാണിക്കുന്നത്. ഇപ്പം ഇമ്പോർട്ട് നമുക്ക് ഇമ്പോർട്ട് ഏകദേശം ഒരു 665 യൂണിറ്റ്സ് ഉണ്ട്. അപ്പം എക്സ്പോർട്ട് ഡബിളാണ് ഇവിടെ. എക്സ്പോർട്ട് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. മാക്സിമം എല്ലാ റൂമിലും AC ഉണ്ട്, 1.5 ടണ്ണിൻ്റെ ACs ഉണ്ട്, പ്രഷർ പമ്പുണ്ട്, EV ചാർജസ് വരുന്നുണ്ട്. ഇതൊരു നെറ്റ് സീറോ ഹോമാണ്. അത്യാവശ്യത്തിന് വലിയ ലോഡ്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു 14 കിലോ വാട്ട് സജസ്റ്റ് ചെയ്തേക്കുന്നത് ആസ് പെർ കസ്റ്റമർ റിക്വയർമെൻറ്റ്.